Hello, welcome to the next session on basic mathematical analysis. ലിമിറ്റ് തിയറംസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ റിസൾട്ട് സ്ക്യൂസ് തിയറമാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് റിസൾട്ടുകൾ സീക്വൻസുകളുടെ ലിമിറ്റിനെ കുറിച്ചുള്ള ചില റിസൾട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന തിയറം ഇതാണ്. ലെറ്റ് sequence xn be a convergent sequence of real numbers whose limit is x. If xn greater than or equal to 0 for all n element of natural numbers, then x is greater than or equal to 0. സോ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് xn എന്ന് പറയുന്നത് ഒരു കൺവെർജൻറ്റ് സീക്വൻസ് ആണ്. അതിൻ്റെ ലിമിറ്റ് x ആണ്. ഈ സീക്വൻസിലുള്ള എല്ലാവരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള തിയറം. സോ നമുക്ക് ആദ്യം ജോമെട്രിക്കലി ഇതൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ 0. എല്ലാ എക്സ്എന്നുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് 0യുടെ റൈറ്റ് സൈഡിലാണ് എല്ലാ എക്സ്എന്നുകളും ഉള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ആ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഐ ആം അസ്യൂമിങ് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ 0. സോ എക്സ് എന്ന് പറയുന്നത് 0യുടെ ലെഫ്റ്റ് സൈഡിലാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, നമ്മൾ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. യു ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, യു വിൽ ഗെറ്റ് സം നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് ആഫ്റ്റർ ദാറ്റ് സ്റ്റേജ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം k. ഓക്കെ, അതായത് എക്സനും എക്സും തമ്മിലുള്ള അകലം ലെസ് ദാൻ എപ്സിലൺ ആണ്. എക്സിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോയാൽ അതിനുള്ളിലായിരിക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാ എക്സന്നുകളും ഉള്ളത് എന്നാണ് നമ്മളോട് ഈ റിസൾട്ട് പറയുന്നത്. കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് പറയുന്നത്. സോ ഈ എപ്സിലൺ എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം. പോസിറ്റീവ് ആയിട്ടുള്ള ആരെ വേണമെങ്കിലും നമുക്ക് എപ്സിലൺ ആയിട്ട് ചൂസ് ചെയ്യാം. സോ സപ്പോസ് ഞാൻ എടുക്കുന്ന എപ്സിലൺ ഇത്രത്തോളം ചെറുതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ എക്സും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡ് എക്സിനേക്കാൾ ചെറുതാണ് ഞാൻ എടുക്കുന്ന എപ്സിലൺ എങ്കിൽ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും എക്സന്നിന് ഈ എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് നമ്മളിവിടെയും പറയുന്നത്. എക്സ് നെഗറ്റീവ് ആകാൻ പറ്റില്ല. എല്ലാ എക്സന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റിന് ലെസ് ദാൻ 0 ആവാൻ പറ്റില്ല. ലെസ് ദാൻ 0 ആവാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ റിസൾട്ട് നമ്മളോട് പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. സപ്പോസ് എക്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n ആൻഡ് ലിമിറ്റ് ഓഫ് എക്സ് n ഇസ് ഈക്വൽ ടു എക്സ്. ദെൻ ലിമിറ്റ് ഓഫ് എക്സ് n ഈക്വൽ ടു എക്സ് എന്നുള്ളതിൽ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്യാണ്. ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സം k എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon for all n greater than or equal to k. So here epsilon greater than 0 is some arbitrary positive number. പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എനിക്കിവിടെ എപ്സിലണിന് കൊടുക്കാം. So I am assuming that x is less than 0. x ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ മോഡ് എക്സ് ആണ്. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഞാൻ ഇനി എപ്സിലണിന് ഈ മൈനസ് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. സോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഓൾസോ ഐ വിൽ ഗെറ്റ് സം കെ. ഇവിടെ കെ എപ്സിലൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ. So if I take epsilon equal to minus x, corresponding to that I will get some k of minus x element of n. ഈ k of minus xനെയാണ് ഞാൻ ഇനി k എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ k എന്ന് പറയുന്നത് k ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലൺ. Now
take epsilon equal to minus x, so that there exists some k element of n such that absolute value of xn minus x is less than epsilon, അതായത് less than minus x for all n greater than or equal to k. ഇവിടെ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ മോഡുലസ് സിമ്പൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? മൈനസ് ഓഫ് എക്സ് ലെസ് ദാൻ xn മൈനസ് എക്സ് ലെസ് ദാൻ മൈനസ് എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഓക്കെ, അതായത് എക്സ് ലെസ് ദാൻ xn മൈനസ് എക്സ് ലെസ് ദാൻ മൈനസ് എക്സ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ത്രൂ ഔട്ട് ഒരു എക്സ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ത്രൂ ഔട്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എക്സ് പ്ലസ് എക്സ് 2x ലെസ് ദാൻ xn ലെസ് ദാൻ 0 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ എക്സ് ഓൾറെഡി നെഗറ്റീവാണ്, അപ്പോൾ 2x എന്ന് പറയുന്നതും നെഗറ്റീവാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് xn എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറായ 2xനും 0ക്കും ഇടയിലാണ്. അതായത് അതിൽ ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. xn ലെസ് ദാൻ 0 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ അസംഷൻ പ്രകാരം സീക്വൻസിലുള്ള എലമെൻറ്റ്സ് എല്ലാം xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ ഇപ്പം നമുക്ക് കിട്ടിയ xn ലെസ് ദാൻ 0 ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ് എന്നുള്ളത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ അവർ അസംഷൻ എക്സ് ലെസ് ദാൻ 0 ലീഡ്സ് അസ് ടു എ കോൺട്രഡിക്ഷൻ. അപ്പോൾ പിന്നെ എക്സ് ലെസ് ദാൻ 0 ആവാൻ പറ്റില്ല, എക്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഫസ്റ്റ് തിയറം മനസ്സിലായി എന്ന് വിചാരിക്കണു. ഒരു നോൺ നെഗറ്റീവ് സീക്വൻസിൻ്റെ ലിമിറ്റ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. The limit of a non-negative sequence will be non-negative. ഇനി നമുക്ക് അടുത്ത തിയറം എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു സീക്വൻസിന് പകരം രണ്ട് സീക്വൻസസ് എടുത്തിരിക്കുകയാണ്. സീക്വൻസ് xn ആൻഡ് സീക്വൻസ് yn ബി ടു കൺവേർജൻറ്റ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ്. രണ്ടുപേരും കൺവേർജൻ്റ് ആണ്. ആൻഡ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു yn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. എപ്പോഴും xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു yn ആണ് എന്നും തന്നിട്ടുണ്ട്. ദെൻ ലിമിറ്റ് ഓഫ് xn വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn. xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു yn ആണെങ്കിൽ ലിമിറ്റ് ഓഫ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn ആയിരിക്കും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ പ്രൂഫ്. ഇവിടെ xn ആൻഡ് yn ആർ ടു കൺവെർജൻറ്റ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. xnഉംynഉം കൺവെർജൻ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ തിയറങ്ങൾ, ലിമിറ്റ് തിയറംസ് കുറേ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അവിടെ നമ്മൾ പഠിച്ചു xnഉംynഉം കൺവെർജൻ്റ് ആണെങ്കിൽ xn പ്ലസ് yn കൺവെർജൻ്റ് ആണ്, xn മൈനസ് yn കൺവെർജൻ്റ് ആണ്, xn ഇൻറ്റു yn കൺവെർജൻ്റ് ആണ്, cxn കൺവെർജൻ്റ് ആണ്. ദെൻ നോൺ സീറോ അസംഷൻസ് എടുത്തു കഴിഞ്ഞാൽ xn ബൈynഉം കൺവെർജൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. So, xn and yn are two convergent sequences of real numbers with xn greater than or equal to yn for all n element of n എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. xn greater than or equal to yn ആണെങ്കിൽ xn മൈനസ് yn എന്ന് പറയുന്നത് greater than or equal to 0 ആയിരിക്കും for all n element of n. ഈ xn മൈനസ് yn എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിയറം പ്രകാരം xn മൈനസ് yn എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കണം. സോ വി ഹാവ് ലിമിറ്റ് ഓഫ് xn മൈനസ് yn ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബട്ട് ലിമിറ്റ് ഓഫ് xn മൈനസ് yn എന്ന് പറഞ്ഞാൽ ആരാണ്? ലിമിറ്റ് ഓഫ് xn. സോ ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് xn മൈനസ് ലിമിറ്റ് ഓഫ് yn is greater than or equal to 0, or limit of xn is greater than or equal to limit of yn. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന കാര്യം. അതിപ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത
തിയറത്തിലേക്ക് കടക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് തിയറംസാണ് നമ്മളിവിടെ പഠിക്കുന്നതെല്ലാം. വീണ്ടും സീക്വൻസ് എക്സ് എൻ ഈസ് എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. എല്ലാ എക്സ് എന്നും എക്കും ബിക്കും ഇടയിലാണ്. ദെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സോ എല്ലാ എക്സ് എന്നും എക്കും ബിക്കും ഇടയിലാണെങ്കിൽ അവരുടെ ലിമിറ്റും എക്കും ബിക്കും ഇടയിലായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. സോ എവറി എക്സ് എൻ ഇസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഹിയർ ഐ ഹാവ് എൻ എ, ഹിയർ ഐ ഹാവ് ബി, ആൻഡ് ഐ ഹാവ് ഗിവൺ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സോ എല്ലാ എക്സ് എന്നും ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നതും ഈ എക്കും ബിക്കും ഇടയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് റിസൾട്ട് പറയുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കോൺസ്റ്റൻറ്റ് സീക്വൻസസ് എടുക്കാൻ പോവുകയാണ്. സീക്വൻസ് എ എൻ ആൻഡ് സീക്വൻസ് ബി എൻ. ഇതിൽ സീക്വൻസ് എ എൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എ എ എ എ എക്സെട്ര. അതുപോലെ സീക്വൻസ് ബി എൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ബി 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 എക്സെട്ര. ഓക്കെ, so I am taking sequence an equal to a and bn equal to b for all n element of n. Okay, so I have two constant sequences. ഇപ്പോൾ a less than or equal to xn less than or equal to b for all n element of n എന്ന് വെച്ചാൽ അതിനെ നമുക്ക് an less than or equal to xn less than or equal to bn for all n element of n എഴുതാൻ പറ്റും. കാരണം എല്ലാ anഉം a ആണ്, എല്ലാ bnഉം bu ആണ്. ഇനി ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ രണ്ട് പീസാക്കി എടുക്കുകയാണ്. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ലിമിറ്റ് ഓഫ് എ എൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഭാഗം എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. സോ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ബി എൻ. ഇപ്പം നമുക്ക് കിട്ടിയത് ലിമിറ്റ് ഓഫ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ബി എൻ. ആൻഡ് വാട്ട് ഇസ് ലിമിറ്റ് ഓഫ് എ എൻ? ഇറ്റ് ഇസ് എ ആൻഡ് ലിമിറ്റ് ഓഫ് ബി എൻ ഇസ് ബി. സോ വി ഹാവ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് നമുക്കിവിടെ കിട്ടുകയും ചെയ്തു. ജോമെട്രിക്കലി നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. കാരണം എക്സ് എന്ന് പറയുന്നത് എയേക്കാൾ ചെറുതാണെങ്കിൽ നേരത്തെ പോലെ ഞാൻ എക്സിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് ഇങ്ങനെ എടുക്കണം, മുഴുവനായിട്ടും എക്ക് മുമ്പ് തീരുന്ന രീതിയിൽ. സോ ഇഫ് ദിസ് ഇസ് എക്സ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ മൈനസ് എക്സ് ആയിരിക്കും. എ മൈനസ് എക്സിൻ്റെ പകുതി എപ്സിലണിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ് എൻ പോലും ഉണ്ടാവില്ല, കാരണം എല്ലാ എക്സ് എന്നുകളും എക്കും ബിക്കും ഇടയിലാണ്. സോ എയേക്കാളും ചെറിയ ഒരു എക്സിന് ലിമിറ്റ് ആവാൻ പറ്റില്ല. അതുപോലെ ബിയേക്കാളും വലുതാണ് എക്സ് എന്ന് വിചാരിക്കുക. സോ എക്സ് മൈനസ് ബി, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ബി, അതിനേക്കാളും ചെറുതായിട്ട് ഞാനൊരു എപ്സിലൺ എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഒരു എക്സ് എൻ പോലും ഉണ്ടാവാൻ പറ്റില്ല. സോ ബിയേക്കാളും വലിയ ആൾക്കാർക്കും ലിമിറ്റ് ആവാൻ പറ്റില്ല. സോ ലിമിറ്റ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിൽ തന്നെ ആയിരിക്കണം. സോ നെക്സ്റ്റ് തിയറം, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ റിസൾട്ട്, സ്ക്യൂസ് തിയറം. സ്ക്യൂസ് തിയറം നിങ്ങൾ സാൻഡ്വിച്ച് തിയറം എന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് സംതിങ് ലൈക്ക് എ സാൻഡ്വിച്ച്. അതായത് നമ്മുടെ കയ്യിൽ 3 സംഭവങ്ങളുണ്ട്. സപ്പോസ് ഇവിടെ ഞാൻ എടുക്കുന്നത് എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു, ദെൻ സെഡ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് വൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്ന് കരുതുക. സോ ദിസ് ഇസ് എക്സ് എൻ, ദിസ് ഇസ് സെഡ് എൻ, ദിസ് ഇസ് വൈ എൻ. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ആൻഡ് സപ്പോസ് ദിസ് സെഡ് എൻ ഗോസ് ടു some w and xn also go to the same w, then
this yn has no other option, it must go to w. ഇതാണ് സ്ക്യൂസ് തിയറം നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ച് എന്നുള്ള പേര് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അറിയാം, സാൻഡ്വിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മുകളിലും താഴെയുമുള്ള ബ്രെഡ് പീസസ് ഒന്നിച്ച് കടിക്കുകയാണെങ്കിൽ നടുവിലുള്ള കണ്ടൻറ്റ് എന്താണോ അതിനും നമ്മുടെ വായിലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. സോ ദിസ് ഇസ് സ്ക്യൂസ് തിയറം. this yn is skewed between xn and zn, and this xn and zn goes to the same place, so yn have no other option, it must go to the same w. Okay, so statement നോക്കാം. We have three sequences xn, yn and zn. These are sequences of real numbers such that xn less than or equal to yn less than or equal to zn for all n element of n, and limit of xn is equal to limit of zn. രണ്ടറ്റത്തുള്ള ആൾക്കാർക്ക് ലിമിറ്റ് സെയിം ആണ്. Then the middle one, sequence yn is also convergent, and limit of xn equal to limit of yn equal to limit of zn ആയിരിക്കുകയും ചെയ്യും. ഇതാണ് സ്ക്യൂസ് തിയറം പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. പ്രൂഫ്, ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് സെഡ് എൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ w എന്നുള്ള പേര് കൊടുക്കുന്നു. ദെൻ നമുക്ക് കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം for epsilon greater than 0 we will get some k1 element of n such that absolute value of xn minus w is less than epsilon for all n greater than or equal to k1. അപ്പോൾ ഇവിടെ ഞാൻ ഈ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള സിമ്പൽ ഒഴിവാക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ xn minus w less than epsilon for all n greater than or equal to k1. If I add w throughout, I will get w minus epsilon less than xn less than w plus epsilon for all n greater than or equal to k1. ഇതേപോലെ തന്നെ നമുക്ക് ലിമിറ്റ് ഓഫ് സെഡ് എന്നും w ആണ്. അപ്പോൾ അതുകൊണ്ട് there exists some k2 element of n such that w minus epsilon less than zn less than w plus epsilon for all n greater than or equal to k2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യു ഷുഡ് ടേക്ക് n greater than or equal to maximum of k1 and k2. Also we have xn less than or equal to yn less than or equal to zn for all n element of n എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. This is true for every n. ഇനിയിപ്പോൾ ഇതെല്ലാം ഓക്കെ ലീവ് ഇറ്റ്. ദിസ് ഇസ് ട്രൂ ഫോർ എവറി എൻ. സോ ഐ എം ടേക്കിംഗ് കെ ആസ് മാക്സിമം ഓഫ് k1 k2. സോ ഇഫ് n is greater than or equal to k, we get I will get w minus epsilon less than xn, xn less than or equal to yn less than or equal to zn, and zn less than w plus epsilon. സോ ഇത് ഞാൻ ഒരുമിച്ചെടുക്കുകയാണ്. w minus epsilon less than xn, xn less than or equal to yn less than or equal to zn less than w plus epsilon. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് ഈ xnഉം znഉം ഇറേസ് ചെയ്ത് കളയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ഗെറ്റ് w minus epsilon less than yn less than w plus epsilon for all n greater than or equal to k. ഇവിടെ ത്രൂ ഔട്ട് നമ്മളൊരു w സബ്ട്രാക്ട് ചെയ്താൽ we will get minus epsilon less than yn minus w less than epsilon, or absolute value of yn minus w is less than epsilon for all n greater than or equal to k എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ലിമിറ്റ് ഓഫ് yn എന്ന് പറയുന്നതും w തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്ക്യൂസ് തിയറം പ്രൂവ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്.
അപ്പോൾ ഈ എല്ലാ തിയറത്തിലും ഞാൻ അസ്യൂം ചെയ്തിരുന്നത് ഫസ്റ്റ് തിയറം എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ, ദെൻ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത തിയറത്തിൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ, ദെൻ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ. പിന്നെ ഉള്ളതിലാണെങ്കിലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ, ദെൻ ലിമിറ്റ് ഓഫ് എക്സ് എൻ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സ്ക്യൂസ് തിയറത്തിലാണെങ്കിലും എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്നാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ അൾട്ടിമേറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരുന്നു. അൾട്ടിമേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു ടെയിലിന് ശരിയാവുന്ന പ്രോപ്പർട്ടി. ഓൾറെഡി നമ്മൾ ടെയിൽ പഠിച്ച സ്ഥലത്ത് എം ടെയിൽ ഓഫ് എ സീക്വൻസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എം ടെയിലും കൺവെർജൻ്റ് ആയിരിക്കും. തിരിച്ച് ഏതെങ്കിലും ഒരു എം ടെയിൽ കൺവെർജൻ്റ് ആണെങ്കിൽ സീക്വൻസും കൺവെർജൻ്റ് ആയിരിക്കും. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സീക്വൻസിന് മുഴുവനായിട്ടും ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ട്രൂ ആവണം എന്ന് നിർബന്ധമില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞ് എല്ലാത്തിനും ഉണ്ടായാൽ മതി. അതായത് ഈ സീക്വൻസിൻ്റെ ഒരു എം ടെയിലിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ തിയറംസും ട്രൂ ആയിരിക്കും. സോ ലെറ്റ് എക്സ് എൻ ബി എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. If xn greater than or equal to 0 for all small n element of capital N minus 1, 2, 3 etc. up to m. അതായത് ആദ്യത്തെ സീക്വൻസിലെ ആദ്യത്തെ എം എക്സ് എന്നുകൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വി വിൽ ഗെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ അടുത്ത റിസൾട്ട് എക്സ് എൻ ആൻഡ് വൈ എൻ ബി ടു കൺവെർജൻറ്റ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. എല്ലാ എന്നിനും വേണമെന്നില്ല. സപ്പോസ് ആദ്യത്തെ എം ആൾക്കാർക്ക് ഇത് ശരിയല്ലെങ്കിലും സാരമില്ല, സ്റ്റിൽ വി ഹാവ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ. അതുപോലെ എക്സ് എൻ ബി എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്. ആദ്യത്തെ എം ആൾക്കാർ ഇങ്ങനെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും സാരമില്ല, സ്റ്റിൽ വി ഹാവ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതുപോലെ സ്ക്യൂസ് തിയറം എക്സ് എൻ വൈ എൻ സെഡ് എൻ ആർ സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ് നമ്മൾ സ്ക്യൂസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് എം ടേംസ് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ പോലും we will get sequence yn is convergent and the limit of yn is same as limit of xn and limit of zn. ഓക്കെ, ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ കൺവെർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, കൺവെർജൻസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഒരു അൾട്ടിമേറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യത്തെ എം ആൾക്കാർക്ക് ഇത് ട്രൂ അല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്തത്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഈ രീതിയിലായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ബോദർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എം ടെയിലിന് ശരിയാണെങ്കിൽ, എം ടെയിൽ കൺവെർജൻ്റ് ആണെങ്കിൽ, എം ടെയിലിന് ഈ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സീക്വൻസിനും അതേ പ്രോപ്പർട്ടി തന്നെ ഉണ്ടായിരിക്കും. സോ കെയർഫുള്ളായിട്ട് എല്ലാ റിസൾട്ടും നോക്കുക. ഇനിയും നമുക്ക് ലിമിറ്റ് തിയറംസ് പഠിക്കാനുണ്ട്. നമ്മുടെ ഡിസ്കഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്.